ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പുതുമയായിട്ടുള്ള വളരെ വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കിഴി ബീഫ് പുട്ട്. അധികാരം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കാരണം നമ്മൾ എപ്പോഴും പുട്ടും ബീഫും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ കിഴി ബീഫ് പുട്ട് അധികം ആരും കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ട്രൈ ചെയ്തതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. വളരെ സന്തോഷകരമായുള്ളൊരു കാര്യമാണ്. എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത വിന്നി എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കാണിക്കുവാണ്. ഇതേപോലെ നിങ്ങൾ എൻ്റെ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുവാണെങ്കിൽ ഞാനിതിൽ കാണിക്കുന്നതായിരിക്കും. അതിന് ഞാൻ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കിഴിപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 8 പച്ചമുളക് നടുവേ കീറിയത്, 10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് ആ ഇറച്ചിയിലോട്ടിടാം. ഇനി കുറച്ച് മസാലയും കൂടെ നമുക്ക് ഇതിലിടാനുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുവാണ്. ഇറച്ചിന് വെള്ളം ഇറങ്ങും, എന്നാൽ കൂടി ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാനിത് വേവിക്കാനായിട്ട് വെക്കുവാണ്. അപ്പം നമ്മുടെ ഇറച്ചി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് ഞാൻ 1 സവാളയും 1 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലോട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള മസാല ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്ന. നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല ഇനിയും നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുവാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് പുട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, വെള്ളപ്പുട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ തന്നെ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനിതിൽ കാണിക്കാഞ്ഞത്. അപ്പം ഞാൻ 2 തരം പുട്ടിൻ്റെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അറിയാത്തവരത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് ഇടുവാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് കിഴിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഓൾറെഡി ഇവിടെ പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ വെള്ളപ്പുട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിഴി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് പുട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ ബീഫ് കറി ഒഴിച്ച് മാക്സിമം ബീഫ് കറി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കിഴി കെട്ടാം. ഇതേപോലെ എടുത്തിട്ട് ഒരു വാഴനാര് വെച്ച് തന്നെ കിഴി കെട്ടാം.
അപ്പോൾ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ കിഴി ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റ് സിമ്മിലാക്കി നമുക്കിതിങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ കിഴിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എല്ലാവരും തന്നെ പുട്ടും ബീഫിൻ്റെയും കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വാഴയിലയിൽ ഇതേപോലെ പുട്ടും ബീഫും ഒക്കെ വെച്ച് ആവി കയറ്റി ഈ വാഴയിലയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു പ്രത്യേകം ഒരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ കുടുംബുളി കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. ബൈ.